അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ഞാൻ കുഴൽമത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് പ്രതീഷാണ്. ഞാനും എൻ്റെ വൈഫും മോനും ഉണ്ട്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലൂടെ ആയിട്ട് കടന്നു പോകുന്നിട്ട് കുറേ കാലങ്ങളായി. അപ്പോൾ അതിൽ ദൈവം ഞങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് നല്ലൊരു സാക്ഷിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഈ മാസത്തിൽ തന്നെ ഒരു 1,00,000 രൂപ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അത് ഈ മാസം തന്നെ എന്തായാലും കൊടുക്കണം എന്നുള്ളൊരു അത്യാവശ്യമായിട്ടുള്ള പൈസ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് ഒരുപാട് ലോണുകൾ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ലോണുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാതും ഓരോരോ കാരണങ്ങളാലും മുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് വന്നാലും ഓരോരോ മുടക്കങ്ങളും തടസ്സങ്ങളും ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വൈഫും ഞങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഒരു അത്ഭുതം ഞങ്ങൾക്കിടയിൽ ഉണ്ടാവണേ, ഈ ബാധ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകണേ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ എല്ലാം ഓരോരോ പ്രശ്നങ്ങൾ കാരണം ചെറിയ ചെറിയ കാര്യങ്ങളും ഉണ്ടായിരിക്കും, ചിലപ്പോൾ അത് ഇല്ലാതായി പോവുക. അപ്പോൾ ഞാൻ ബാങ്കിലൊരു ആധാർ കാർഡിൻ്റെ ആവശ്യമായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് മുഖേന അവർ ബാങ്കിൽ വർക്ക് തന്നെയായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ലോണുകൾ അധികം കിട്ടുമോ ചോദിച്ചപ്പോൾ അവർ പരിചയത്തിലുള്ളൊരു ആളുടെ നമ്പർ എനിക്ക് തന്നു. അപ്പോൾ അവരെ വിളിച്ചു ഷോപ്പിൻ്റെ പേരിലൊരു ലോൺ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഡോക്യുമെൻറ്റ്സൊക്കെ ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ അതെല്ലാം എൻ്റെ അടുത്തുള്ളതെല്ലാം ഞാൻ കൊടുത്തു. പക്ഷെ എന്നാലും അവർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് ആവശ്യം 1,00,000 തന്നെയായിരുന്നു. പക്ഷേ ഈശോൻ്റെ ഇടപെടലിലൂടെ ഞങ്ങൾക്ക് 2,00,000 രൂപ ഞങ്ങൾക്ക് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ അവർ ചെയ്യാനുണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് 2,00,000 രൂപ പാസ്സായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇതിലൊരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ഈ പൈസ കിട്ടണമെന്ന് നന്നായി പ്രാർത്ഥിച്ചു. ഞാനും വൈഫും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ ഷോപ്പിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഷോപ്പിൽ വന്ന് നോക്കുന്ന സമയത്ത് ATM കാർഡ് ആവശ്യപ്പെട്ടു എൻ്റെ അടുത്ത്. പക്ഷേ എൻ്റെ ATM കാർഡ് പോയിട്ട് കുറച്ച് ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളൊക്കെ ആയി പോയിട്ട്, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. അതിൽ അവസാനത്തെ ഡിജിറ്റൽ നമ്പർ അവർക്ക് ആവശ്യമുണ്ട്, അതുണ്ടെങ്കിൽ ഈ ലോണ് പാസ്സാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് തടസ്സങ്ങൾ വന്നു. എന്താ ചെയ്യാന്ന് അറിയാണ്ട് വീണ്ടും വൈഫും ഞങ്ങൾ പ്രാർത്ഥന കൂടുതലായിട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് തന്നെ ATM കാർഡ് അതിനെ അപേക്ഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ബാങ്കിൽ പറഞ്ഞു 1 മാസം അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ATM കാർഡ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ ATM കാർഡ് ഒന്ന് കിട്ടണേ, കാരണം അത് കിട്ടിയാൽ ഈ ഫണ്ട് പാസ്സാവുള്ളൂ, ഈ മാസം ഞങ്ങൾക്ക് ആ പൈസ കൊടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും 10 വർക്കിംഗ് ഡേയ്സ് അവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ എന്തായാലും അത് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങിയ കുട്ടിയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ കുറച്ച് പ്രയാസമാണ്, കാരണം അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം വരണമെങ്കിൽ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളിവിടെ 1:30-ക്കാണ് എത്തിയത്. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു എത്ര വൈകിയാലും വേണ്ട, നമുക്ക് എന്തായാലും പ്രാർത്ഥനയ്ക്ക് പോയേ പറ്റുള്ളൂ പറഞ്ഞു. ബാങ്കിൽ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയും. പക്ഷേ ഞങ്ങൾ 1:30 വരെ ഞങ്ങൾ അവിടെ വെറുതെ ആവശ്യമില്ലാതെ ഞങ്ങൾ ഇതായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സാത്താൻ്റെ ഇടപെടലായിട്ടാണ് ഞങ്ങൾ വിശ്വസിച്ചത്. പിന്നെ എന്ത് വന്നാലും വേണ്ടില്ല പറഞ്ഞു. വൈകിട്ട് ഞങ്ങൾ 1:30 ആകുമ്പോൾ ഇവിടെ എത്തി, പ്രാർത്ഥിച്ചു. വന്നത് നന്നായി പ്രാർത്ഥിച്ചു. ഞങ്ങൾ പറഞ്ഞു ATM കാർഡ് ഞങ്ങൾക്ക് എങ്ങനെയും കിട്ടുന്നതേ, വീടെത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഈ ATM കാർഡ് ഞങ്ങളുടെ കൈ കിട്ടുന്നവർ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ വൈഫും പ്രാർത്ഥിച്ചു. ഇവിടുന്ന് പോണ സമയത്ത് ഞങ്ങൾ വീണ്ടും പോസ്റ്റ് ഓഫീസിൽ വരെ പോയി അന്വേഷിച്ചാലോ, കാരണം ഈ ഫണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ആവശ്യമായിരുന്നു. പിന്നെ പോസ്റ്റ് ഓഫീസ് വരെയും ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവിടെ പോസ്റ്റ് ഓഫീസ് അവർ ക്ലോസ് ചെയ്തു. ഞങ്ങൾ വീടെത്തി ജസ്റ്റ് ഒന്ന് ഇരിക്കുമ്പോഴേക്കും എൻ്റെ അമ്മ പറഞ്ഞു ATM കാർഡ് പോസ്റ്റ്മാൻ കൊണ്ട് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈശോയ്ക്ക് നന്ദി, ഈശോയെ ആരാധന. അങ്ങനെ അത് ഞങ്ങൾ വീണ്ടും ആ സാറെ വിളിച്ച് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ATM കാർഡ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. സാറ് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ബാങ്കിൽ പോകാൻ പറഞ്ഞു. ബാങ്കിൽ പോയി അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ, 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഫണ്ട് കയറും പറഞ്ഞു. ശരി പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നു. പക്ഷേ ഞങ്ങൾക്ക് വൈകുന്നേരം തന്നെ 1,900,000 രൂപയോടെ ഞങ്ങളുടെ ഫണ്ടിൽ കയറി. കൊടുക്കാനുള്ള പൈസ തുക മുഴുവനും ഞങ്ങളെല്ലാവർക്കും കൊടുത്തു തീർത്തു. ദൈവത്തിൻ്റെ നല്ലൊരു ഇടപെടൽ കാരണം ഞങ്ങളുടെ ഈ സാമ്പത്തിക മേഖലയിൽ വളരെയധികം നല്ലൊരു അനുഭവം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വൈഫിൻ്റെയും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന നന്നായിട്ട് എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പറയാനുണ്ട് ഈശോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പക്ഷേ അത്രയും സാമ്പത്തിക മേഖലയിൽ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളൊരു ഫാമിലിയാണ്. ഞാൻ 4 വർഷമായി ഞാൻ യേശുവിനെ അറിയാൻ തുടങ്ങിയിട്ട്. പക്ഷേ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായത്. യേശുവേ നന്ദി, യേശു ആരാധന. ആ സാറ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളോടൊപ്പം അപേക്ഷിച്ച എല്ലാ 4-5 പേർക്കും പാസ്സായിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് മാത്രമേ ഇത് പാസ്സായിട്ടുള്ളൂ എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ നല്ലൊരു ഇടപെടലായിട്ട് ഞാനിത് എടുക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. സാമ്പത്തികമായിട്ട് അവർ കുറേ നാളുകളായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. അവർ പല ലോണിന് വേണ്ടി അപേക്ഷിക്കും, പക്ഷേ ലോൺ കിട്ടില്ല. അത് അവരുടെ കുടുംബജീവിതത്തെ പോലും ബാധിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, 2 ആൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ അത്ഭുതകരമായിട്ട് കുടുംബത്തിൻ്റെ മേൽ ഇടപെട്ടു.